എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 13 ധ്രുവ മഹാരാജാവിൻ്റെ പിൻഗാമികളെക്കുറിച്ചുള്ള വിവരണമാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ധ്രുവൻ്റെ ചരിതം നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ. അപ്പോൾ നമുക്ക് ശ്ലോകം 1 കടക്കാം. സൂത ഉവാച എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഏറ്റവും ആദ്യം നമ്മൾ ഭാഗവതം തുടങ്ങുമ്പോൾ പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞില്ലേ, നൈമിഷാരണ്യത്തിലിരുന്ന് സൂതമുനി ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ആദ്യത്തെ ആള് സൂതമുനി പറഞ്ഞു കൊടുക്കുകയാണ് ശൗനകാദികളോട്. നിശമ്യ കൗഷാരവിണ ഉപവർണിതം ധ്രുവസ്യ വൈകുണ്ഠപദ അധിരോഹണം പ്രരൂഢഭാവ ഭഗവതി അധോക്ഷജേ പ്രഷ്ടും പുനഃ തം വിദുരഃ പ്രചക്രമേ. നിശമ്യ. അപ്പം സൂതമുനി പറയാണ് ശൗനകാദികളോട്, നിശമ്യ കേട്ടതിന് ശേഷം, കൗഷാരവിണ മൈത്രേയ മഹർഷി ഉപവർണിതം അതായത് പറഞ്ഞു കൊടുത്ത വിവരിച്ചു കൊടുത്ത ധ്രുവസ്യ വൈകുണ്ഠ പദ അധിരോഹണം, ധ്രുവ മഹാരാജാവ് വൈകുണ്ഠ പദത്തിലേക്ക് ഭഗവത് പദത്തിലേക്ക് ധ്രുവലോകത്തിലേക്ക് എത്തിപ്പെട്ടതിനെക്കുറിച്ച് മൈത്രേയ മഹർഷി വിദുരർക്ക് ഉപവർണിതം വിവരിച്ചു കൊടുത്തതെല്ലാം നിശമ്യ കേട്ടതിന് ശേഷം, ഭഗവതി അധോക്ഷജേ ഭഗവാൻ ശ്രീഹരിയിൽ പ്രരൂഢഭാവ വേരുറച്ച ഭക്തി വളർന്ന ആ വിദുരർ, അതായത് വർദ്ധിച്ചു വന്ന ഭക്തിയോടുകൂടിയ ആ വിദുരഃ ആ വിദുരർ തം മൈത്രേയ മഹർഷിയോട് പുനഃ വീണ്ടും പ്രഷ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുവാൻ പ്രചക്രമേ ശ്രമിച്ചു എന്ന്. അതായത് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുവാൻ, അതാണ് പ്രഷ്ടും എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുവാൻ പ്രചക്രമേ ശ്രമിച്ചു എന്ന്. അപ്പോൾ മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുത്ത ധ്രുവചരിതം മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാനിലുള്ള ഭക്തി വർദ്ധിച്ചു വന്ന ആ വിദുരര് മൈത്രേയ മഹർഷിയോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മൈത്രേയ മഹർഷി വിദുരര് ചോദിച്ചത് ശ്ലോകം 2. അപ്പം ഇത് പറഞ്ഞു കൊടുക്കുന്നത് ആരാ? സൂതമുനി ശൗനകാദികളോട് പറയാണ്. അങ്ങനെ വിദുരര് വീണ്ടും മൈത്രേയ മഹർഷിയോട് ചോദിച്ചു എന്ന്. ശ്ലോകം 2. വിദുര ഉവാച ഖേ തേ പ്രചേതസഃ നാമ കസ്യ അപത്യാനി സുവ്രത കസ്യ അന്വവായേ പ്രഖ്യാത കുത്ര വാ സത്രം ആസദഃ. എന്താ ചോദ്യം ചോദിക്കുന്നതെന്നാ വിദുരര്. തൊട്ട് മുന്നത്തെ അധ്യായത്തിലെ അവസാന ഭാഗം മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുത്ത കാര്യം ഇതായിരുന്നു. ശബ്ദം കുറവുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ മൈത്രേയ മഹർഷി തൊട്ട് മുന്നത്തെ അധ്യായത്തിൽ മൈത്രേയ മഹർഷി നമ്മൾ കണ്ടു, വിദുരർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു ഭാഗം പറഞ്ഞിരുന്നു. ധ്രുവചരിതത്തെക്കുറിച്ച് നാരദ മഹർഷിയും അമ്മയും ഉപദേശിച്ചത് കേട്ടിട്ടാണല്ലോ ധ്രുവൻ പോയത്. അപ്പോൾ ധ്രുവൻ അങ്ങനെ ധ്രുവപദത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം നാരദ മഹർഷി പ്രചേതസ്സുകൾ ഒരു യാഗം, ഒരു സത്രം നടത്തുമ്പോൾ അവിടെ വന്നിട്ട് ധ്രുവന്റെ മഹാത്മ്യത്തെക്കുറിച്ച് സ്തുതിച്ചു എന്ന് ഒരു വാക്ക് പറഞ്ഞു. അത് മൈത്രേയ മഹർഷി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ഒരു പോയിന്റിലാണ് ഇപ്പോൾ വിദുരര് ചോദിക്കുന്നത്. ഖേ ആരായിരുന്നു, തേ അവർ, പ്രചേതസഃ നാമ ഈ പ്രചേതസ്സുകൾ എന്നറിയപ്പെടുന്നവര് ആരായിരുന്നു? അങ്ങ് പറഞ്ഞില്ലേ അങ്ങനെ ഒരു കാര്യം. കസ്യ അപത്യാനി സുവ്രത എന്ന് വിളിക്കുന്നത് അല്ലയോ മൈത്രേയ മഹർഷിനെയാണ് വിളിക്കുന്നത്, അല്ലയോ മഹർഷിയെ.
കസ്യ അബത്താനി, അവരാരുടെ പുത്രന്മാരാണ്? ഈ പ്രജേതസ്സുകൾ ആരുടെ പുത്രന്മാരാണ്? ആരാണ് ഇവർ? ഈ പ്രജേതസ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ ആരാണ്? ആരുടെ പുത്രന്മാരാണ്? കസ്യ അന്വവായെ പ്രഖ്യാത, ഏത് കുടുംബത്തിൽ എന്താ പറയുക പ്രശസ്തരായവരാണ് അവർ? ആരാണ് ഇവരുടെ തലമുറയിൽ പ്രശസ്തരായിട്ടുള്ള ആൾ? ഇപ്പൊ ധ്രുവന്റെ വംശപരമ്പരയാണോ? ആരുടെ വംശപരമ്പരയിലാണ് ഇവർ പ്രശസ്തരായത്? അപ്പൊ ഇവരുടെ പരമ്പരയിൽ ആരാണ് ഏറ്റവും പ്രശസ്തരായിട്ടുള്ളവർ? ഇനി കുത്ര, എവിടെയാണ് സത്രം ആസദ, ഈ പ്രജേതസ്സുകൾ ഒരു സത്രം നടത്തിയെന്ന് പറഞ്ഞല്ലോ, അതെവിടെയാണ് നടന്നത്? ഇത്രയും ചോദ്യങ്ങളാണ് വിദുരർ ചോദിച്ചത്. പ്രജേതസ്സുകൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് അവരുടെ പിതാവ്? അവരുടെ വംശത്തിലെ പ്രശസ്തരായവർ ആരൊക്കെയാണ്? എവിടെ വെച്ചാണ് ഇവർ ഈ സത്രം നടത്തിയത് എന്നാണ് ചോദിച്ചത്. ശ്ലോകം 3 മന്യേ മഹാഭാഗവതം നാരദം ദേവദർശനം യേന പ്രോക്തഃ ക്രിയായോഗഃ പരിചര്യ വിധിഹി ഹരേഹേ. മന്യേ പറയാണ്, വിദുരർ പറയാണ്, ഞാൻ വിചാരിക്കുന്നു, മഹാഭാഗവതം നാരദം, മഹാഭാഗവതനായിട്ടുള്ള ഭഗവാന്റെ മഹാഭക്തനായിട്ടുള്ള നാരദ മഹർഷി ദേവദർശനം, ഭഗവാന്റെ ദർശനം സിദ്ധിച്ച നാരദ മഹർഷി യേന, അദ്ദേഹം പ്രോക്ത, രചിച്ചതാണ് ക്രിയായോഗ, ഒരു കർമ്മം. ക്രിയായോഗം എന്ന് വെച്ചാൽ ഒരു കർമ്മം അദ്ദേഹം രചിച്ചതാണ്, ഒരു കർമ്മരീതി. ആ കർമ്മരീതി പരിചര്യ വിധി ഹരേ, ഭഗവാൻ ശ്രീഹരിയെ ആരാധിക്കേണ്ടത്, വിധിപ്രകാരം എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന ആ ആരാധനാ കർമ്മത്തെക്കുറിച്ച് നാരദ മഹർഷി എഴുതി വെച്ചിട്ട് ഒരു കൃതി രചിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പഞ്ചരാത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന കൃതിയാണത്. അത് അദ്ദേഹം തന്നെ രചിച്ചതാണ് എന്ന് മന്യേ, ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊക്കെ വിദുരരാണ് പറയുന്നത്. ഭഗവാൻ ശ്രീഹരിയെ നേരിട്ട് ദർശനം സിദ്ധിച്ച മഹാഭാഗവതനായിട്ടുള്ള നാരദ മഹർഷി ആ ഭഗവാനെ എങ്ങനെയാണ് വിധിപ്രകാരം ഒരു ഭക്തൻ ആരാധിക്കേണ്ടത്, ആ ആരാധനാ കർമ്മങ്ങൾ ഇങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി രചിച്ചിട്ടുണ്ട്. പഞ്ചരാത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കൃതി നാരദ മഹർഷി രചിച്ചതാണെന്ന് ഞാൻ കരുതുന്നു എന്ന് ജസ്റ്റ് അദ്ദേഹം ഇങ്ങനെ വിദുരരിങ്ങനെ പറഞ്ഞിടുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം അറിയാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണത്. എന്നിട്ട് പറയാണ് ശ്ലോകം 4 സ്വധർമ്മശീലൈഹി പുരുഷൈഹി ഭഗവാൻ യജ്ഞപുരുഷഃ യുജ്യമാനഃ ഭക്തിമത നാരദേന ഈരിതഃ കിലഃ. സ്വധർമ്മശീലൈ, അതായത് യാഗയജ്ഞാദി കർമ്മങ്ങൾ സ്വധർമാചരണമായി നടത്തുന്ന ആ ശീലമുള്ള പുരുഷൈഹി പ്രജേതസ്സുകൾ ഭഗവാൻ യജ്ഞപുരുഷഃ, യജ്ഞത്തിൻ്റെ അധിപനായിട്ടുള്ള ഭഗവാൻ ശ്രീഹരിയെ യുജ്യമാനഃ ആരാധിച്ചിരുന്നു. ഇത് ഭക്തിമത നാരദേനഃ, അവർ അങ്ങനെ ആരാധിച്ചുകൊണ്ട് നടത്തിയ ഒരു സത്രത്തിൽ ഭക്തനായിട്ടുള്ള പരമഭക്തനായിട്ടുള്ള നാരദ മഹർഷി ധ്രുവന്റെ മഹാത്മ്യത്തെക്കുറിച്ച് സ്തുതിച്ചു എന്ന് കില ഈരിതഃ അങ്ങ് പറഞ്ഞു വെച്ചുവല്ലോ എന്ന്. അപ്പം ആ മുന്നത്തെ അധ്യായത്തിലെ കാര്യം വിദുരരൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം യാഗയജ്ഞാദി കർമ്മങ്ങൾ സ്വധർമാചരണമായി ചെയ്യുന്നവരാണ് പ്രജേതസ്സുകൾ. അവരെ ഭഗവാനെ വളരെ ഭംഗിയായിട്ട് യജ്ഞാദി കർമ്മങ്ങളിലൂടെ ആരാധിച്ചിരുന്നു. അവർ നടത്തിയ ഒരു സത്രത്തിൽ ചെന്ന് നാരദ മഹർഷി ധ്രുവന്റെ ചരിത മാഹാത്മ്യത്തെക്കുറിച്ച് വാഴ്ത്തി സ്തുതിച്ചു എന്ന് അങ്ങ് പറഞ്ഞു വെച്ചുവല്ലോ, അതും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതാണ് ഞാൻ ഈ പ്രജേതസ്സുകൾ ആരാണ് എന്ന് ചോദിക്കാൻ കാരണം എന്ന് പറയാണ്. ശ്ലോകം 5 യഹാത ദേവർഷിണ തത്ര വർണ്ണിത ഭഗവത് കഥ മഹ്യം ശുശ്രൂഷവേ ബ്രഹ്മൻ കർസ്നേന ആചഷ്ടും അർഹസി. യഹ ഏതെല്ലാം ഏതെല്ലാമാണോ അവയെല്ലാം ദേവർഷിണ ദേവർഷിയായിട്ടുള്ള മഹാമുനി നാരദൻ തത്ര അവിടെ ചെന്നിട്ട് ആ സത്രത്തിൽ നടത്തുന്ന സ്ഥലത്ത് ചെന്നിട്ട് ഭഗവത് കഥ വർണ്ണിത ഭഗവാന്റെ ഏതൊക്കെ കഥകൾ വിവരിച്ചു കൊടുത്തുവോ തഥാ അതെല്ലാം മഹ്യം എനിക്കായി ശുശ്രൂഷവേ അത് കേൾക്കാൻ ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്ന എനിക്കായി ഹേ ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മർഷേ കാർസ്നേന അത് പൂർണ്ണമായിട്ടും അതിലൊരു ഭാഗം പോലും വിടാതെ മുഴുവനായിട്ടും വിസ്തരിച്ച് ആചഷ്ടും എനിക്ക് പറഞ്ഞു തരുവാൻ അർഹസി അങ്ങ് അർഹനാണ്. അപ്പോൾ വിദുരർ പറഞ്ഞത് ഇതൊക്കെയാണ്.
അങ്ങ് അന്ന് പറഞ്ഞിരുന്നുവല്ലോ പ്രചേതസ്സുകൾ നടത്തിയ ഒരു യജ്ഞശാലയിൽ നാരദ മഹർഷി എത്തിയെന്ന്. ഈ പ്രചേതസ്സുകൾ ആരാണ് അവരുടെ പിതാവ് അവരാരുടെ വംശവര പരമ്പരയിൽപ്പെട്ടതാണ്. എവിടെ വെച്ചാണ് അവർ ആ സത്രം നടത്തിയത്? ഈ നാരദ മഹർഷി പ്രചേതസ്സുകൾ യാഗയജ്ഞാദി കർമ്മങ്ങൾ സ്വധർമ്മമായി കണ്ടുകൊണ്ട് ചെയ്യുന്നവരാ. അങ്ങനെ അവർ ഭഗവാനെ പൂജിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സത്രവേദിയിൽ നാരദ മഹർഷി ചെന്നിട്ട് ധ്രുവനെ സ്തുതിച്ച കഥ അങ്ങ് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് പറയാണ്, അങ്ങനെ നാരദ മഹർഷി ആ ധ്രുവന്റെ ചരിതം മാത്രമല്ലല്ലോ, അവിടെ നിന്നുകൊണ്ട് ആ സത്രത്തിൽ ചെന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത ഭഗവത് കഥകൾ വിവരിച്ചു കൊടുത്തത് എന്തൊക്കെയാണോ അതെല്ലാം ഒരല്പം പോലും ഭാഗം വിട്ടുകളയാതെ വിസ്തരിച്ച് അങ്ങ് എനിക്ക് പറഞ്ഞു തരാൻ അർഹനാണ് എന്നാണ് ആ വിതുരര് ചോദിച്ചത്. അതായത് അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും അറിയണമെന്ന്. അപ്പം ശ്ലോകം 6 മൈത്രേയ മഹർഷി അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ ആദ്യം കണ്ടില്ലേ. സൂതമുനി പറയാണ്, മൈത്രേയ ഉവാച ധ്രുവസ്യ ച ഉൽക്കലഃ പുത്രഃ പിതരി പ്രസ്ഥിതേവനം സർവഭൗമ ശ്രിയം ന ഐച്ഛത് അതിരാജ ആസനം പിതുഹു. ധ്രുവന്റെ ചരിതാണ് കേട്ടോ, ധ്രുവന്റെ മക്കൾ. അപ്പം ധ്രുവൻ അങ്ങനെ പോയല്ലോ. ധ്രുവൻ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശരീരം ഉപേക്ഷിച്ചു. അദ്ദേഹം അങ്ങനെ പോയി. ആ സൂക്ഷ്മ ശരീരം അങ്ങനെ ധ്രുവലോകത്തെത്തി. ധ്രുവന്റെ പുത്രഃ ഒരു പുത്രനായ ഉൽക്കലൻ പിതരി തൻ്റെ പിതാവ് ധ്രുവൻ പ്രസ്ഥിതേവനം. അപ്പം ധ്രുവൻ ഒരു ഇടയ്ക്ക് വെച്ച് അതിനു മുന്നേ തന്നെ ഇപ്പോൾ ശരീരം ഉപേക്ഷിച്ച് പോകുന്നതിന് മുന്നേ ഇടക്കാലത്ത് ആള് എല്ലാത്തിൽ നിന്നും വിരക്തനായിട്ട് മകനെ ഭരണം ഏൽപ്പിച്ചിട്ട് ആള് പോയി എന്ന് കേട്ടു. വനത്തിലേക്ക് പോയി, രാജ്യഭരണമൊക്കെ ഉപേക്ഷിച്ച് ധ്രുവൻ പോയി എന്നൊരു കഥ ആ ഭാഗം നമ്മൾ കേട്ടുവല്ലോ. അപ്പോൾ ധ്രുവൻ അങ്ങനെ പ്രസ്ഥിതേ വനത്തിലേക്ക് തൻ്റെ പിതാവ് പോകുന്ന സമയം ധ്രുവന്റെ പുത്രനായ ഉൽക്കലനാണ് മൂത്ത പുത്രൻ. അപ്പോൾ ഉൽക്കലനാണ് രാജാവാവേണ്ടത്. പക്ഷേ സർവഭൗമശ്രിയം, അതായത് എന്തൊക്കെയാണോ ഈ ഭൂമി ഉൾപ്പെടെ എല്ലാ ഐശ്വര്യങ്ങളെയും ഇനി അതിരാജ ആസനം പിതാവിൻ്റെ രാജസിംഹാസനവും അയച്ചത് ഒട്ടും ആഗ്രഹിച്ചില്ല എന്ന്. അപ്പോൾ പിതാവ് വാനപ്രസ്ഥത്തിന് പോകുന്നതിന് മുൻപ് ഭരണം രാജാവാക്കി. ഒരു രാജ്യത്തിൻ്റെ അല്ല, അറിയാലോ, ഭൂമിയുടെ മൊത്തം ചക്രവർത്തിയാണ്. അപ്പോൾ ഭരണം മകനെ ഏൽപ്പിച്ചിട്ട് വേണം പോവാൻ. പക്ഷെ മൂത്ത മകനായ ഉൽക്കലന് ഈ ഭൂമിയിൽ ഒന്നിനോടും ആസക്തി ഉണ്ടായിരുന്നില്ല എന്ന്. ഒരു ഐശ്വര്യങ്ങളും പിതാവിൻ്റെ സിംഹാസനവും ഒന്നും തന്നെ ഉൽക്കലൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ ഉൽക്കലനെ ഭരണം ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ, അതാണ് പറയുന്നത്. ഇനി അതെന്തുകൊണ്ടാണ് ഉൽക്കലൻ അങ്ങനെ ആഗ്രഹിക്കാതിരുന്നത്? ധ്രുവന്റെ മകൻ അത് ആഗ്രഹിക്കാതിരുന്നതിൻ്റെ കാരണമാണ് പറയുന്നത്. ശ്ലോകം 7 സഹ ജന്മന ഉപശാന്ത ആത്മാ നിസംഗ സമദർശനഃ ദദർശ ലോകേ വിദദം ആത്മാനം ലോകമാത്മനി. സഹ ആ ഉൽക്കലൻ ജന്മനാ തന്നെ ജനിച്ചത് തന്നെ ഉപശാന്ത ആത്മാ, മനസ്സ് എന്താ പറയുക, ചലനങ്ങളില്ലാതെ, മനസ്സിൽ ഒന്നിനോടും ഒരു ആസക്തിയില്ലാതെ മനസ്സിങ്ങനെ അടങ്ങി ശാന്തമായിട്ട്, ഉപശാന്തം, വളരെ ശാന്തമായ മനസ്സോടെ മനസ്സടങ്ങിയവനായിട്ടാണ് അവൻ ജനിച്ചത് തന്നെ. നിസംഗ, ഒന്നിനോട് സംഘമില്ലാതെ, മമതയില്ലാത്തവനായി. സമദർശനഃ, എല്ലാത്തിനെയും ഒന്നായി എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുന്ന ആത്മാവായിരിക്കുന്ന ഈശ്വരനെ കണ്ടുകൊണ്ട്, അപ്പോൾ ഏകഭാവത്തിൽ കണ്ടുകൊണ്ട് ലോകേ വിദദം, അതായത് ഈ ലോകത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന, ലോകേ വിദദം എന്നാൽ ഈ ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആത്മാനം, ഈ ലോകം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആത്മാനം, ആ പരമാത്മാവിനെ, ആത്മനി, ആ പരമാത്മാവ് തന്നെയാണ് തന്നിലും ലോകം, ഈ മുഴുവൻ ലോകത്തിലും നിറഞ്ഞിരിക്കുന്നത് എന്ന് ദദർശ, കണ്ടവനാണ് ആ ഉൽക്കലൻ എന്ന്. അപ്പോൾ അച്ഛൻ മഹാത്മാവാണെങ്കിൽ ആ അച്ഛൻ്റെ മകൻ അതേപോലെ തന്നെയാണ് നിന്ന് ജനിച്ചത് തന്നെ അങ്ങനെ. ധ്രുവന് ജന്മനാ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഉൽക്കലൻ ജനിച്ചത് തന്നെ അങ്ങനെയായിരുന്നു. ജന്മനാ മനസ്സടങ്ങിയവനും ഒന്നിനോടും മമതയില്ലാത്തവനും എല്ലാവരെയും ഏകഭാവത്തിൽ കാണുന്നവനും ഈ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് തന്നിലും ഈ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞവനുമായിരുന്നു. അങ്ങനെ കാണുന്നവനുമായിരുന്നു ഉൽക്കലൻ. അതുകൊണ്ടാണ് അവൻ ഈ ഭൂമിയിലും മറ്റ് ഐശ്വര്യങ്ങളോടും രാജസിംഹാസനത്തിനോടും ഒന്നും ഒരു ആഗ്രഹം ഇല്ലാതിരുന്നത്. ശ്ലോകം 8
ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തം മിത വിഗ്രഹം അവബോധ രസ ഏക ആത്മ്യമാനന്ദം അനുസന്ധതം. അപ്പോൾ ഇനി 8ഉം 9ഉം ശ്ലോകം ഒരുമിച്ചാണ് പറയുന്നത്. അവ്യവചിന്ന യോഗ അഗ്നി ദഗ്ധ കർമ്മമല ആശയ സ്വരൂപം അവരുന്ധാന ആത്മനഃ അന്യം തഥാ ഐക്ഷതഃ. ഒന്നുകൂടി വായിക്കാം. ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത വിഗ്രഹം അവബോധരസ ഏക ആത്മ്യമാനന്ദം അനുസന്ധതം. അവ്യവച്ഛിന്ന യോഗ അഗ്നിദഗ്ധ കർമ്മമല ആശയ സ്വരൂപം അവരുദ്ധാന ന ആത്മന അന്യം തദൈക്ഷതഃ. അതിനർത്ഥം ആ ഉൽക്കലൻ്റെ സവിശേഷതയെക്കുറിച്ച് പറയാൻ കേട്ടോ. ഉൽക്കലൻ്റെ മനസ്സ് ഏത് തലത്തിലായിരുന്നു എന്ന്. അതായത് ആത്മാവാണ് താൻ എന്ന്, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നറിഞ്ഞ് ബ്രഹ്മനിർവാണം, ആ നിർവാണ അവസ്ഥയിൽ എത്തിക്കുക. ബ്രഹ്മനിർവാണം എന്ന് വെച്ചാൽ പരബ്രഹ്മം, താൻ ആത്മാവാണ്, ആ ആത്മാവാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന ആ അവസ്ഥയിലേക്ക് മനസ്സെത്തിയിട്ടുള്ള ധ്രുവന് പ്രത്യസ്തമിത വിഗ്രഹാരാധനയുണ്ടല്ലോ, ഭഗവാൻ വേറെ ഞാൻ വേറെ എന്ന ദ്വൈതങ്ങളെല്ലാം മനസ്സിൽ നിന്ന് അകന്നു എന്ന്. അതാണ് പ്രത്യസ്തമിത വിഗ്രഹം. ദ്വൈതഭാവം പൂർണ്ണമായും ഇല്ലാതായിട്ട് അവബോധ രസം, ഭഗവാനാകുന്ന അവബോധം, ആ ജ്ഞാനമാകുന്ന ഭഗവാനെ അനുഭവിച്ചപ്പോൾ ഉണ്ടായ ആ ഏകരസം, അതിൻ്റെ ഏകരസം എന്താണെന്നറിയോ? ആനന്ദം, പരമമായ ആനന്ദം. ആ ആനന്ദത്തെ അനുസന്ധതം എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരുന്നു എന്ന്. ധ്രുവൻ, ആ ഉൽക്കലൻ്റെ മനസ്സ് ഞാൻ ആത്മാവാണെന്നറിഞ്ഞപ്പോൾ അങ്ങനെ നിർവാണ അവസ്ഥയിലേക്ക്, ബ്രഹ്മനിർവാണ അവസ്ഥയിലേക്ക് മനസ്സെത്തിയപ്പോൾ ദ്വൈതഭാവം മുഴുവൻ അകന്ന ആ ഉൽക്കലൻ്റെ മനസ്സിൽ ഭഗവാനാകുന്ന ആ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ആ പരമാനന്ദത്തിൽ സദാ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ മാനസികാവസ്ഥയിലുള്ള ഉൽക്കലന് അവ്യവചിന്ന എന്ന് വെച്ചാൽ തുടർച്ചയായ, അതായത് മുറിവ് അതായത് മുറിഞ്ഞു പോകാത്ത യോഗാഗ്നി, യോഗാഭ്യാസത്തിലൂടെ ആ തപസ്സിൽ, ആ സമാധി അവസ്ഥയിൽ മുറിയാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ദഹിച്ചുപോയി. കർമ്മമല ആശയ, അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മപ്രാരാബ്ദങ്ങളും അതോടെ ദഹിച്ചുപോയി എന്ന്. അങ്ങനെ പോയപ്പോൾ സ്വരൂപം, ഞാൻ എന്ന സ്വരൂപം, എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അവരുദ്ധാന, അതിനെ അവരുദ്ധാന എന്ന് വെച്ചാൽ അതിനെ സാക്ഷാത്കരിച്ചു. ഞാൻ ആത്മാവാണ് എന്ന അവസ്ഥയെ ആത്മസാക്ഷാത്കാരം എന്നാ പറയുക അതിനെ. സ്വരൂപം അവരുദ്ധാന എന്ന് വെച്ചാൽ ആത്മാവാണ് ഞാൻ എന്ന യഥാർത്ഥ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചു. അങ്ങനെ സംഭവിച്ചപ്പോൾ ആത്മന അന്യം ന തഥാ ഐക്ഷത, ആത്മാവല്ലാത്തതായിട്ട് അന്യമായിട്ട്, അതല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് ന തഥാ, അപ്പോൾ ന ഐക്ഷത, അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല എന്ന്. അതായത് ആത്മാവല്ലാത്തതായിട്ട് മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതല്ലാത്തതായിട്ട് വേറെ ഒന്നും കണ്ടില്ല എന്നൊന്ന് അങ്ങനെ പറഞ്ഞു. അതാണ് ഉൽക്കലൻ്റെ മനസ്സ്. അപ്പോൾ ആ ആത്മാവാണ് താൻ എന്ന അവസ്ഥയെ അറിഞ്ഞ് നിർവാണ അവസ്ഥയിലേക്ക് ശരീരബോധത്തിൽ നിന്ന് വിട്ടപ്പോൾ ദ്വൈതം പോയി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന്. അങ്ങനെ ഈശ്വരൻ എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അവബോധമാണ് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ആ പരമമായ ആനന്ദത്തെ അനുഭവിച്ചു. അങ്ങനെ മുറിയാത്ത തുടർച്ചയായ യോഗാഭ്യാസത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കർമ്മപ്രാരാബ്ദങ്ങളൊക്കെ ദഹിച്ചുപോയി. ആ യോഗാഭ്യാസത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ ദഹിച്ചുപോയപ്പോൾ അങ്ങനെ സ്വന്തം യഥാർത്ഥ സ്വരൂപമായ ആത്മാവിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് ആത്മാവല്ലാത്തതായിട്ട് മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതല്ലാത്തതായിട്ട് മറ്റൊന്നിനെയും അദ്ദേഹം കണ്ടില്ല. ഐക്ഷത, കണ്ടില്ല. ഈ അവസ്ഥയിലായിരുന്നു ഉൽക്കലൻ ഇരുന്നിരുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ആൾക്ക് എപ്പോഴെങ്കിലും നല്ലൊരു രാജാവായിട്ടിരിക്കാനോ ഭരിക്കാനോ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. അതാണ് അടുത്തത് പറയുന്ന ശ്ലോകം 10. അതുകൊണ്ട് തന്നെ ജഡ, അന്ധ, ബധിര, ഉന്മത്ത,
മൂക ആകൃതി അദത്മതിഹി ലക്ഷിതഃ പതി ബാലാനാം പ്രശാന്തം അർച്ചി ഇവ അനലഹ. അപ്പോൾ മറ്റുള്ളവരുടെ നോട്ടത്തിൽ ഉൽക്കലൻ എങ്ങനെയായി? അപ്പം അച്ഛൻ ധ്രുവൻ കൊട്ടാരം ഉപേക്ഷിച്ചു വനത്തിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ ഉൽക്കലൻ ഞാൻ ആ വഴിക്കില്ല, രാജഭരണത്തിന് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പിതാവ് ധ്രുവൻ പോയതിന് ശേഷം പിന്നെ ആ കുടുംബത്തിലെ കാർന്നന്മാരും അതുപോലെ പ്രധാന മന്ത്രിമാരും എല്ലാവരും കൂടി നോക്കുമ്പോൾ ധ്രുവന്റെ മൂത്തപുത്രൻ ഉൽക്കലനാണല്ലോ, ഉൽക്കലനല്ലേ രാജാവാക്കേണ്ടത്. പക്ഷെ ഉൽക്കലനെ നോക്കുമ്പോൾ അവരെന്താ കാണുന്നതെന്നറിയോ? ജഡ, ഒരു വിഡ്ഢിയെ പോലെ, അന്ധത ഒരു കാഴ്ചയില്ലാത്തവനെ പോലെ, ബധിര ഒരു ബധിരനെ പോലെ, ഉന്മത്ത ഒരു ഭ്രാന്തനെ പോലെ, മൂകഹ ഒരു മൂകനെ പോലെ, ആകൃതി അങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് ആ രൂപത്തിലൊക്കെ ഉൽക്കലനെ തോന്നിയെന്ന്. അദത്മതി, എന്നാൽ അതൊന്നും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ അവസ്ഥയല്ല എന്ന്. അതാണ് അദത്മതി, അതായിരുന്നില്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി. എന്നിട്ട് പറയാണ് ലക്ഷിതഃ, പക്ഷെ മറ്റുള്ളവരുടെ നോട്ടത്തിൽ ലക്ഷിതഃ എന്ന് വെച്ചാൽ അവൻ കാണപ്പെടുക എന്നാണ് അർത്ഥം. ലക്ഷിതഃ മറ്റുള്ളവരുടെ നോട്ടത്തിൽ കേട്ടാ. പതി വഴിയിൽ ബാലാനാം കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് അവൻ കാണപ്പെട്ടത്. പ്രശാന്തം, അത്രയ്ക്കും ശാന്തമായ, ഒരു ടെൻഷനും ഇല്ലാണ്ട് കുഞ്ഞുങ്ങൾ കളിക്കുന്ന പോലെ കളിക്കുന്നതായിട്ട് തോന്നി. അർച്ചി ഇവ അനലഹ, അതായത് ജ്വാലകളില്ലാതെ ഇങ്ങനെ ചാരം കൊണ്ട് മൂടപ്പെട്ട അഗ്നിയെ പോലെയായിരുന്നു അവൻ. ജ്വാലയുണ്ടെങ്കിൽ അത് അഗ്നിയാണെന്നറിയാം, ജ്വാലയില്ലെങ്കിലോ ചാരം കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണെങ്കിലും ഉള്ളിൽ തീക്കനലുണ്ട് അല്ലേ. പക്ഷെ ചാരം മൂടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ തീക്കനലിനെ ആർക്കും കാണാൻ പറ്റില്ല. ആളി കത്തുമ്പോൾ അഗ്നി ഉണ്ടെന്നറിയാം, ചാരത്താൽ മൂടപ്പെട്ട തീക്കനലിലും അഗ്നിയുണ്ട്. പക്ഷേ ചാരം കൊണ്ട് മൂടപ്പെട്ടത് കൊണ്ട് ആ അഗ്നിയെ ആർക്കും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ജനങ്ങൾക്കും എല്ലാ ബന്ധുമിത്രാദികൾക്കും ഒക്കെ ഒരു വിഡ്ഢിയായും മൂകനായും ബധിരനായും ഒരു അന്ധനായും ഭ്രാന്തനായിട്ടൊക്കെയാണ് ഉൽക്കലനെ തോന്നിയത്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല. കുട്ടികളോടൊപ്പം ശാന്തമായ മനസ്സോടുകൂടി വഴിയിൽ കളിച്ചുകൊണ്ട് നടക്കുന്നവനെ പോലെ ഉൽക്കലൻ കാണപ്പെട്ടു എന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ചാരം കൊണ്ട് മൂടപ്പെട്ട അഗ്നി എന്നതുപോലെയായിരുന്നു ഉൽക്കലൻ്റെ ആ ശക്തി. അത് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം എല്ലാത്തിൽ നിന്നും മുക്തനായിട്ട് വളരെ സന്തോഷത്തോടെ ശാന്തനായിട്ട് കൊച്ചു കുട്ടികളോടൊപ്പം കളിക്കുന്നവനായിട്ടാണ്. അപ്പോൾ ചിന്തയില്ല, ബുദ്ധിയില്ല, ഇവന് ഒന്നും അറിയണില്ല, ഭ്രാന്തൻ എന്നൊക്കെയാണ് എല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവനെ അതേപോലെയായിരുന്നു. പക്ഷെ അവൻ്റെ ഉള്ളിലെ കനൽ ആരും കണ്ടില്ല, ഉൽക്കലൻ്റെ ഉള്ളിലെ കനൽ ആരും കണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്ലോകം 11 അപ്പോൾ പിന്നെ അവർ തീർച്ചയായിട്ടും ഉൽക്കലനെ രാജാവാക്കില്ലല്ലോ, ആ തീരുമാനമാണ് അവിടെ നടക്കുന്നത്. ശ്ലോകം 11 മത്വാ തം ജഡം ഉന്മത്തം കുലവൃദ്ധ സമന്ത്രിണഃ വത്സരം ഭൂപതിം ചക്രുഹു യവീയാംസം ഭ്രമേ സുതം. മത്വ ചിന്തിച്ചു, തം ആ ഉൽക്കലൻ്റെ ജഡം ബുദ്ധിയില്ലാത്തവനും ഉന്മത്തം ഭ്രാന്തനുമാണെന്ന്. ഉൽക്കലൻ ബുദ്ധിയില്ലാത്തവനും ജഡമെന്ന് വെച്ചാൽ ജഡവസ്തു പോലെ ഒരു ബുദ്ധിയില്ലാത്ത ഉന്മത്തം ഒരു ഭ്രാന്തനുമാണെന്ന് കുലവൃദ്ധ ആ കുലത്തിലെ ധ്രുവന്റെ വംശത്തിലെ കാർന്നന്മാർ, അതായത് പ്രായമായവരും സമന്ത്രിണഃ മന്ത്രിമാരും ഒക്കെ ചിന്തിച്ചു ഉൽക്കലൻ ഒരു ഭ്രാന്തനും ബുദ്ധിയില്ലാത്തവനുമാണെന്ന്. അതുകൊണ്ട് തന്നെ വത്സരനെ ഭൂപതിയും ചക്രു ആ ഭൂമിയുടെ ചക്രവർത്തിയായി അവർ വാഴിച്ചു. യവീയാംസം എന്ന് വെച്ചാൽ ഇളയവൻ, ഭ്രമിയുടെ സുതം, ഭ്രമിയുടെ മൂത്തപുത്രനാണ്. ഭ്രമിയും ധ്രുവനും ഇവരുടെ മൂത്തപുത്രനാണ് ഉൽക്കലൻ ഇങ്ങനെയാണ് എല്ലാവരും കരുതിയത്. അതുകൊണ്ട് തന്നെ ഉൽക്കലൻ്റെ ഭ്രമിയുടെ യവീയാംസം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഇളയ പുത്രൻ, സുതം എന്ന് വെച്ചാൽ പുത്രനായ വത്സരനെ അടുത്ത രാജാവായിട്ട് വാഴിച്ചു. അങ്ങനെ ധ്രുവൻ പോയതിന് ശേഷം ഭൂമിയുടെ ചക്രവർത്തിയായി വാണത് വത്സരനാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഉൽക്കലൻ പിന്നെ വിവാഹമൊന്നും കഴിക്കില്ലല്ലോ, അപ്പോൾ പിന്നെ ഇനി വംശപരമ്പര വത്സരനിലൂടെയാണ് മുന്നോട്ട് പോവുക. അതാണ് ശ്ലോകം 12 പറയുന്നത്. സുർവീതി വത്സരസ്യ ഇഷ്ടാഭാര്യ അസുത ഷഡാത്മജാൻ പുഷ്പാർണം തിക്മകേതും ച ഇഷം ഊർജം വസും ജയം.
വത്സരൻ്റെ ഇപ്പം ഈ വത്സരൻ വിവാഹം കഴിച്ചത് ഇഷ്ടഭാര്യ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപത്നിയാണ് സുർവീതി എന്നറിയപ്പെടുന്നത്. അവളിൽ ഷഡാത്മജാൻ 6 പുത്രന്മാരെ അസുത പ്രസവിച്ചു. അപ്പോൾ ധ്രുവന്റെ പേരക്കുട്ടികളായിട്ട് രണ്ടാമത്തെ മകനായ വത്സരന് അദ്ദേഹത്തിൻ്റെ പത്നി സുർവീതിയിൽ 6 മക്കളാണ് ഉണ്ടായത്. അവരുടെ പേരാണ് പറയുന്നത്: പുഷ്പാർണം, തിക്മകേതും ച ഇഷം, ഊർജം, വസും, ജയം. പുഷ്പാർണം, തിക്മകേതും, ഇഷം, ഊർജം, വസും, ജയം. ഇവരാണ് വത്സരനും സുർവീതിക്കും ഉണ്ടായ 6 മക്കൾ. അപ്പം ധ്രുവന്റെ പേരക്കുട്ടികളാണ് ഇവർ 6 മക്കളും. ഇനി അവരുടെ പരമ്പരയാണ് കേട്ടോ പറയുന്നത്. ഇവിടെയൊന്നും നമുക്ക് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ പേരുകൾ മനസ്സിലാക്കി പോവാം. ശ്ലോകം 13. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പരമ്പര എങ്ങനെയാണ് വരണേന്നാണ് തിരിച്ചറിയേണ്ടത്. അതാണ് മറക്കാതിരിക്കേണ്ടത്. അതായത് സൃഷ്ടികർമ്മം ആരംഭിച്ചു. നമ്മൾ ആദ്യം പോകുമ്പോൾ പ്രകൃതിയുടെ സൃഷ്ടി, ബ്രഹ്മാവിൻ്റെ സൃഷ്ടി, ബ്രഹ്മദേവനെ സൃഷ്ടി താൻ നിർത്തേണ്ട സമയമായി എന്ന് മനസ്സിലായപ്പോൾ ബ്രഹ്മാവിൻ്റെ ശരീരം 2ആയി പകുന്നു, സ്വയംഭൂവമനവും ശതരൂപയും അല്ലേ. പിന്നെ അവരുടെ മക്കൾ, അതിൽ 3 പെൺകുട്ടികളും 2 ആൺമക്കളും. അതിൽ ഉത്താനപാദ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ പുത്രൻ ധ്രുവൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ ഉൽക്കലനും വത്സരനും. അതിൽ ഉൽക്കലൻ ആ ഒരു നിർവ്വാണാവസ്ഥയെ പ്രാപിച്ചു. വത്സരൻ്റെ മക്കളാണ് ഈ 6 പേര്. ഇനി ഇതിൽ ശ്ലോകം 13 പുഷ്പാർണസ്യ പ്രഭാഭാര്യ ദോഷാച്ച ദ്വേ ബഭൂവധു പ്രാതു മധ്യദിനം സായം ഇതി ഹ്യാസൻ പ്രഭാസുതഃ. പുഷ്പാർണസ്യ, അപ്പോൾ ഈ വത്സരൻ്റെയും സുർവീതിയുടെയും ആദ്യത്തെ കുഞ്ഞ് പുഷ്പാർണനാണല്ലോ. പുഷ്പാർണസ്യ, പുഷ്പാർണൻ്റെ ഭാര്യ പ്രഭയും ദോഷയും എന്ന് 2 പേർ ബഭൂവധു ഉണ്ടായിരുന്നു. അപ്പോൾ പുഷ്പാർണന് 2 ഭാര്യ ഉണ്ടായിരുന്നു, പ്രഭയും ദോഷയും. അതിലെ പ്രാതം, മധ്യദിനം, സായം ഇതി ഇപ്രകാരം ഹി ആസൻ എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. പ്രഭാസുതഃ, ഇതിൽ പ്രഭയുടെ മക്കളാണ് ഈ 3 പേരെന്ന്. ആ പേരുകൾ കേട്ടുള്ളൂ: പ്രാതകാലം, മധ്യദിനം, സായംകാലം. നമുക്കറിയാം ഇതാ ആരംഭമാണ് അല്ലേ, സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രാതകാലം, സായംകാലം, മധ്യദിനമൊക്കെ താത്വികമായി ചിന്തിക്കുകയാണെങ്കിൽ ആ അവസ്ഥകളൊക്കെ ഉണ്ടായത് പുലർക്കാലം, മധ്യം, സന്ധ്യാസമയം ഇതൊക്കെ ഉണ്ടായി വരികയായിരുന്നു എന്ന്. നമ്മൾ കഥാരൂപത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഓരോ വ്യക്തികളുടെ പേരുകളായിട്ട് എടുക്കാം. താത്വികമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ആ അവസ്ഥകളെയാണ് പറയുന്നത്. അപ്പോൾ പ്രാതം, മധ്യദിനം, സായം എന്നിങ്ങനെ 3 മക്കളാണ് ഇതിൽ പുഷ്പാർണന് പ്രഭയിലുണ്ടായ മക്കൾ. ഇനി മറ്റേ ഭാര്യയാണ് ദോഷ, അവരിലുണ്ടായ മക്കളാണ് ശ്ലോകം 14 പറയുന്നത്: പ്രദോഷോ നിശിതോ വ്യുഷ്ട ഇതി ദോഷ സുതസ്ത്രയഃ വ്യുഷ്ടഃ സുതം പുഷ്കരിണ്യാം സർവതേജസം ആദധേ. പ്രദോഷഃ, നിശിത, വ്യുഷ്ട ഇതി ഇപ്രകാരം ദോഷ എന്ന ഭാര്യ സുധാത്രയ 3 പുത്രന്മാരുണ്ടായി. അപ്പോൾ ഈ പുഷ്പാർണന് പ്രഭയിലും 3 മക്കള്, ദോഷയിലും 3 പുത്രന്മാരുണ്ടായി. വ്യുഷ്ട, ഇതിൽ വ്യുഷ്ടന്, അപ്പൊ പ്രദോഷം, നിശിത, വ്യുഷ്ട 3 മക്കളാണല്ലോ. ഇതിൽ വ്യുഷ്ടന് സുതം, വ്യുഷ്ടൻ സുതം എന്ന് വെച്ചാൽ അവനൊരു പുത്രൻ. പുഷ്കരണ്യ എന്ന ഭാര്യയിൽ, ഇതിൽ വ്യുഷ്ടന് തൻ്റെ പുഷ്കരണ്യ എന്ന ഭാര്യയിൽ സർവതേജസം ആദതേ, സർവതേജസം എന്ന പേരിൽ ഒരു പുത്രൻ ഉണ്ടായി എന്ന്. അപ്പോൾ ദോഷ, അപ്പോൾ തൊട്ടുമുന്നത്തേൽ നമ്മൾ പറഞ്ഞത് പ്രഭായുടെ ഭാര്യ 3 പേര്, പ്രാതകാലം, മധ്യകാലം, സായാഹ്നം എന്ന് പറഞ്ഞില്ലേ, അതവിടെ നിന്നു. പിന്നെ ദോഷയ്ക്ക് 3 പുത്രന്മാർ: പ്രദോഷം, നിശിതം, വ്യുഷ്ട. അതിൽ വ്യുഷ്ടൻ്റെ ഭാര്യയാണ് പുഷ്കരണ്യാം. ഈ പുഷ്കരണ്യയിൽ വ്യുഷ്ടന് ഒരു മകനുണ്ടായത് സർവതേജസം എന്നാണ് ആ മകൻ്റെ പേര്. ഇനി 15ഉം 16ഉം ശ്ലോകം ഒരുമിച്ച്: സ ചക്ഷുഷു സുതം ആകൂത്യാം പത്ന്യാം മനും അവാപഹ മനോഹോ അസുത മഹിഷി വിരജാൻ നഡ്വാലാ സുതാൻ പുരും കുത്സം ത്രിദം ദ്യുമ്നം സത്യവന്തം ഋതം വൃതം അഗ്നിഷ്ടോമം അതിരാത്രം പ്രത്യുപ്നം ശിബി ഉൽമുഖം ഒക്കെ പേരുകളാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് സഹ എന്ന് ആദ്യം പറഞ്ഞാൽ, ഈ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ ഈ വ്യുഷ്ടനും പുഷ്കരണ്യയുടെയും പുത്രൻ സർവതേജസ്സൻ, ആ സർവതേജസ്സിന് സുതം ചക്ഷുഷൻ എന്ന പേരിൽ ഒരു പുത്രൻ ആകൂത്യാം പത്നി, ആകൂതി എന്ന തൻ്റെ ഭാര്യയിൽ ഉണ്ടായി. ഈ പുത്രനാണ് മനുവും അവാബി, മനുവായി ജനിച്ച
ഈ പുത്രനാണ് മനു ആയിട്ട് ജനിച്ചത് എന്ന്. മനു എന്ന് വെച്ചാൽ മന്വന്തരത്തിൻ്റെ അധിപനായിട്ടുള്ള. അപ്പം നമുക്കറിയാം 14 മന്വന്തരങ്ങളിലും 14 മനുക്കളുണ്ട് എന്ന് അല്ലേ. അതിൽ ചാക്ഷുഷ മന്വന്തരം എന്ന് പറയുന്ന ഒരു മന്വന്തരം ഉണ്ട്. അപ്പോൾ ആ മനുവിൻ്റെ ശരിക്കുള്ള പേര് ചക്ഷുഷൻ എന്നാണ്. അത് ഈ വിഷ്ടനും ഈ പുഷ്കരണ്യയ്ക്കും ഉണ്ടായ സർവതേജസം എന്ന ആ മകനുണ്ടല്ലോ, ആ മകന് ആകൂതിയിൽ, സർവതേജസ്സിന് ആകൂതിയിലുണ്ടായ ആകൂതി എന്ന ഭാര്യയിലുണ്ടായ മകനാണ് ചക്ഷുഷം എന്ന പേരിലുള്ള മനുവായി അറിയപ്പെടുന്നത്. ആ മനുവിൻ്റെ മന്വന്തരത്തെയാണ് ചാക്ഷുഷ മന്വന്തരം എന്നറിയപ്പെടുന്നത്. ഇനി മനോഹോ, ഈ മനുവിന് നഡ്വാല എന്ന പേരിലുള്ള മഹിഷി, തൻ്റെ പെട്ട മഹിഷിയിലെ അതായത് ഭാര്യയിൽ അസുത ജനിച്ചു. വിരജാൻ, സാത്വികരായ സുതാൻ, 12 മക്കളാണ് ജനിച്ചത് ഈ ചാക്ഷുഷ മന്വന്തരത്തിൽ. അപ്പം നമുക്കറിയാലോ ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ അധിപനായിട്ടുള്ള ചക്ഷുഷൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ സർവ്വതേജസ്സിൻ്റെയും ആകൂതിയുടെയും പുത്രനാണ് എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഈ ചക്ഷുഷൻ എന്ന ഈ മനുവിന് അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേരാണ് നഡ്വാല. ആ നഡ്വാല എന്ന പത്നിയിൽ 12 സാത്വികരായ മക്കളാണ് ഉണ്ടായത്. ഇനി അപ്പോൾ ആ മന്വന്തരം അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയായിരിക്കും കേട്ടോ. അപ്പോൾ ആ 12 മക്കളുടെ പേരാണ് പിന്നെ പറയുന്നത്. പുരും, കുത്സം, ത്രിതം, ദ്യുമ്നം, സത്യവന്തം, ഋതം, വൃതം, അഗ്നിഷ്ടോമം, അധിരാത്തം, പ്രത്യുപ്നം, ശിബിം, ഉൽമുഖം. ഇങ്ങനെ 12 മക്കളാണ് അവർക്കുണ്ടായത്. അപ്പോൾ അവരുടെ പേരുകളാണ് പറഞ്ഞത്. പുരു, കുത്സ, ത്രിത, ദ്യുമ്നൻ, സത്യവാൻ, ഋതൻ, വൃതൻ, അഗ്നിഷ്ടോമൻ, അധിരാത്രൻ, പ്രത്യുപ്നൻ, ശിബി, ഉൽമുഖൻ. ഇങ്ങനെ 12 മക്കളാണ് അവർക്കുണ്ടായത് എന്ന് മനസ്സിലായില്ലേ. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ എടുക്കാം.